أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر. സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക നമുക്കെല്ലാവർക്കും തന്നെ ഒരു ഉത്തമ പരിശുദ്ധ മാതൃകയായിരുന്നു. അല്ലാഹു തആല നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രത്യേകമായ അനുഗ്രഹം നൽകിയിരുന്നു. അതായത് കൗസർ നൽകിയിരുന്നു. അത് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായമായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു നൽകിയ ഈ കൗസർ, അതിലൊന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിന്ന സ്വഹാബാക്കൾ. ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരു സംഭവം ഇപ്രകാരം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും തന്നെ പള്ളിയിൽ തന്നെയായിരുന്നു കഴിച്ചുകൂട്ടിയിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് വിട്ടുപോവാതെ എഴുതി എടുക്കുന്നതിന് കൂടിയായിരുന്നു അദ്ദേഹം ഒപ്പം കൂടിയിരുന്നത്. അദ്ദേഹത്തിന് മറ്റ് ജോലികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിന് കൃത്യമായി ഭക്ഷണം എത്തിച്ച് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം അബൂ ഹുറൈറ ഒരു ജോലിയും ചെയ്യാത്തത് കാരണം പിന്നീട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് നിർത്തുകയുണ്ടായി. അതുകാരണം അദ്ദേഹം പലപ്പോഴും പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും വളരെ മോശമായിരുന്നു. ഒരു ദിവസം കഠിനമായ വിശപ്പിൻ്റെ അവസ്ഥയിൽ അദ്ദേഹം പള്ളിയുടെ ജനൽ ഭാഗത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിചാരിച്ചത്, വഴിയിലൂടെ ഏതെങ്കിലും ഒരു സ്വഹാബി നടന്നു പോവുകയാണെങ്കിൽ അവരോട് ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റിയുള്ള വ്യാഖ്യാനം ചോദിക്കാം. വിശുദ്ധ ഖുർആനിലുള്ള ഒരു വചനമുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം ചോദിക്കാം എന്ന് വിചാരിക്കുകയുണ്ടായി. അങ്ങനെ അവർക്ക് അതിനെപ്പറ്റിയുള്ള ചിന്ത ഉണ്ടായി, എനിക്ക് വല്ലതും കൊണ്ടുവന്ന് തന്നാലോ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചത്. യാദൃച്ഛികമായി ആ വഴിക്ക് ആദ്യം വന്നത് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വിശുദ്ധ ഖുർആനിലെ ഈ വചനം ഓതി കേൾപ്പിച്ചു. അതായത് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന് ചോദിച്ചു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റുള്ളവരെ വളരെ അധികം ശ്രദ്ധിക്കുക, സ്വന്തം പട്ടിണി കിടന്നിട്ടാണെങ്കിലും മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക. ഈ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം പോവുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരികയുണ്ടായി. അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹവും ഇതേ വ്യാഖ്യാനം തന്നെയാണ് നൽകിയത്. അങ്ങനെ അദ്ദേഹവും കടന്നുപോയി. ഇതെല്ലാം കേട്ട് അബൂ ഹുറൈറക്ക് വളരെയധികം വിഷമവും ദേഷ്യവും എല്ലാം വന്നു. എന്നേക്കാൾ കൂടുതൽ ഇവർക്ക് ഖുർആൻ അറിയുന്നുണ്ടല്ലോ, എൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് അവർക്ക് ഒരിക്കലും തന്നെ എന്നെ ഭക്ഷണം കഴിപ്പിക്കണം എന്ന ചിന്ത വന്നില്ലല്ലോ. ഇതും ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം വരികയുണ്ടായി, അബൂ ഹുറൈറ, താങ്കൾ വിശന്നിരിക്കുകയാണല്ലോ എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഇവർ രണ്ടുപേരും അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിശപ്പ് കൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം വിശന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ വിശന്നിരിക്കുകയാണല്ലേ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹ്, ഞാൻ
അതികഠിനമായ വിശപ്പിലാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, ഞാനും വളരെയധികം വിശന്ന് തന്നെയാണ് ഇപ്പോൾ കഴിച്ചു കൂട്ടുന്നത്. പക്ഷേ ഒരു സഹോദരൻ ഒരു പാത്രം നിറയെ പാല് കൊണ്ടുവന്നിട്ടുണ്ട്, വരൂ നമുക്ക് ആ പാല് കുടിക്കാം. അബൂ ഹുറൈറ വളരെ സന്തോഷത്തോടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ പോയി. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, പള്ളിയിൽ പോയി നോക്കുക, ഇതുപോലെ വിശന്നുകൊണ്ട് ആരെങ്കിലും പള്ളിയിലുണ്ടെങ്കിൽ അവരെയും കൂട്ടിവരിക. അബൂ ഹുറൈറ പറയുന്നു, എനിക്ക് ആ സമയം വളരെയധികം വിഷമം തോന്നി. കാരണം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പാല് മാത്രമേ ഉള്ളൂ, അത് ആരെല്ലാം കുടിക്കും? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായിരുന്നു, അത് അനുസരിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയുണ്ടായി. പള്ളിയിൽ പോയി നോക്കുമ്പോൾ എന്നെപ്പോലെ 6 പേർ അവിടെ ഉണ്ടായിരുന്നു. അവരും വിശന്നുകൊണ്ടായിരുന്നു അവിടെ നിന്നിരുന്നത്. അവരെയും കൂട്ടി ഞാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി. ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു പാത്രം നിറയെ പാലുണ്ട്, അതിൽ നിന്ന് വയറു നിറയെ കുടിക്കാം എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ 6 പേർ കൂടിയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ വലിയ വിശപ്പുള്ളവനാണ്, അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ആദ്യം പാലിൻ്റെ പാത്രം തരുന്നതാണ് എന്ന്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ആളുകളിൽ ആദ്യത്തെ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പാൽപാത്രം നൽകുകയുണ്ടായി. അദ്ദേഹം പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, താങ്കളുടെ വയറ് നിറഞ്ഞോ? അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓരോരുത്തർക്കായി പാലിൻ്റെ പാത്രം നൽകുകയുണ്ടായി. ഇത് കണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി എനിക്ക് പാലൊന്നും തന്നെ ഉണ്ടാവില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു പറയുകയാണ്, എൻ്റെ അടുത്ത് ആ പാൽപാത്രം എത്തിയപ്പോൾ ഏതുപോലെ ആദ്യത്തെ വ്യക്തിക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാൽപാത്രം നീട്ടിയപ്പോൾ എത്രത്തോളം പാൽ ആ പാത്രത്തിലുണ്ടായിരുന്നുവോ അത്രത്തോളം പാല് എനിക്ക് തന്നപ്പോഴും ആ പാത്രത്തിലുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ ഓരോ വസ്തുവിലും അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നതാണ് എന്നുള്ളതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണിത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽപാത്രം നൽകിയിട്ട് എന്നോട് പറഞ്ഞു, ഇനി താങ്കൾ കുടിക്കുക. അദ്ദേഹം വയറ് നിറയെ കുടിച്ചു. വീണ്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇനിയും കുടിക്കുക. അദ്ദേഹം വീണ്ടും കുടിച്ചു. പിന്നീട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വീണ്ടും കുടിക്കുക എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇനി എനിക്ക് കുടിക്കാൻ കഴിയില്ല, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു എന്ന്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൗസർ പോലുള്ള അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. അത് പല രീതിയിലും തൻ്റെ സ്വഹാബാക്കളിലേക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സേവകൻ എന്ന നിലയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.